നമസ്കാരം. കാലിക്കറ്റ് സർവകലാശാല വേടൻ്റെ പാട്ട് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന പാട്ട് ഇത് പഠന വിഷയമാക്കിയിരുന്നു. ഈ കാര്യം പിൻവലിക്കണമെന്നുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത് AK അനുരാജാണ്. അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം കൂടെയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പാട്ട് പഠന വിഷയമാക്കരുത് എന്നുള്ള പരാതി നൽകുന്നത്? അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം BA 3ാം സെമസ്റ്ററിൽ പുതിയ സിലബസ് വന്നപ്പോഴാണ് ഈ രീതിയിൽ ഹിരൺദാസ് മുരളി എന്ന വ്യക്തിയുടെ ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നറിഞ്ഞത്. സത്യത്തിൽ ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് യൂണിവേഴ്സിറ്റിക്ക് പുറത്തുള്ളവരാണ്. അപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് സത്യത്തിൽ ഇതിൻ്റെ ഉള്ളടക്കവും ഒക്കെ ഒന്ന് പരിശോധിക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ആ പാട്ടിൻ്റെ ഉള്ളടക്കം പ്രശ്നമാണ്. അതിനേക്കാൾ ഉപരി എന്നോട് ചൂണ്ടിക്കാണിച്ചവരൊക്കെ അവരുടെയൊക്കെ ഒരു ആശങ്ക, ഇത്തരത്തിലൊരു വ്യക്തി ഹിരൺദാസ് മുരളി എന്ന വേടൻ എന്നറിയപ്പെടുന്ന ഈ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം നമുക്കറിയാം പൊതുശ്രദ്ധയിൽ വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് ആരാധകരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുന്നതോടെയാണ്. ഹിരൺദാസ് മുരളിയെ അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം, അത് കഞ്ചാവ് കയ്യിൽ വെച്ചു എന്നുള്ളതായിരുന്നു കേസ്. ആ കേസിൽ അറസ്റ്റിലായ അതേസമയം പുലിപ്പല്ല് കയ്യിൽ വെച്ചു എന്നതിൻ്റെ പേരിൽ വനം വകുപ്പും അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. നേരത്തെയാണെങ്കിൽ മീറ്റു പോലെയുള്ള കേസുകളിൽ ആരോപണ വിധേയനുമാണ്. ഇതിനൊക്കെ അപ്പുറം തന്നെ ഒരു മാതൃകയാക്കരുത് യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, തനിക്ക് പിറകെ വരുന്നവർ, തൻ്റെ ആരാധകർ എന്ന് പറയുന്നൊരു വ്യക്തി, ഞാനൊരു നല്ല മാതൃകയല്ല എന്ന് പറയുന്നൊരു വ്യക്തി, അത്തരത്തിലൊരു വ്യക്തിയെ എന്തിനു വേണ്ടി യുവസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു മാതൃകയാകുന്ന വിധത്തിൽ BA കുട്ടികൾ പഠിക്കുന്ന ഒരു പാഠപുസ്തകത്തിൽ സിലബസിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ചോദ്യവും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാട്ടിൻ്റെ ഉള്ളടക്കവും, ഈ രണ്ട് കാരണങ്ങളാണ് ഇതിൽ പരാതിയുമായി അല്ലെങ്കിൽ ഇത് മാറ്റണം എന്ന ആവശ്യവുമായി രംഗത്ത് വരാനുള്ള സാഹചര്യം. VC ആണല്ലോ MM ബഷീറിനെ പോലുള്ള പ്രശസ്തനായ അധ്യാപകനും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള ആളെ ഇത് പഠിക്കാനായി വെക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ശുപാർശ? അദ്ദേഹം ഇതിന് ഒരു താരതമ്യ പഠനമാണ്. അതായത് മൈക്കിൾ ജാക്സൻ്റെ സംഗീതവും ഹിരൺദാസ് മുരളിയുടെ പാട്ടും, ഈ രണ്ട് പാട്ടും താരതമ്യം ചെയ്യാനാണ് ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും താരതമ്യം ചെയ്യാവുന്നതല്ല എന്നും ഇത് BA മലയാളം വിദ്യാർത്ഥികൾക്ക് പ്രാപ്യമായ ഒന്നല്ല എന്നും അതുപോലെ തന്നെ സാഹിത്യ ഗുണമുള്ളതല്ല ഈ പാട്ട് എന്നും ഇതിൻ്റെ ഉള്ളടക്കം കുറേ വസ്തുതകൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒന്നാണ്, എന്നാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ പലതും തെറ്റാണ് എന്നുമാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലും പഠിപ്പിക്കാവുന്ന ഒന്നല്ല എന്നതാണ് ഈ ശുപാർശയുടെ പ്രധാന ആശയം, അതിൻ്റെ ഉള്ളടക്കം. അതാകട്ടെ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് BA വിദ്യാർത്ഥികളെ എന്ത് പഠിപ്പിക്കണം, ഏത് തരത്തിൽ അത് ഗുണകരമായി തീരണം, ഏത് തരത്തിലാണ് ഈ പാഠഭാഗങ്ങൾ ദോഷം ചെയ്യുക എന്നൊക്കെ വിലയിരുത്തിയ ശേഷമാണ് ഡോക്ടർ MM ബഷീർ, അദ്ദേഹം ഈ രംഗത്ത് നമുക്കറിയാം സാഹിത്യരംഗത്ത് വളരെയധികം പരിണിതപ്രജ്ഞനാണ്, അധ്യാപകനാണ്, എഴുത്തുകാരനാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകി എന്നതിൽ നിന്ന് തന്നെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ആവശ്യം മുന്നോട്ട് വെക്കുക എന്ന കാര്യം മാത്രമാണ് ഞാൻ ചെയ്തത്. ഈ പൊതുസമൂഹത്തിൻ്റെ ഈ ആവശ്യത്തോട് അക്കാദമിക ലോകവും ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഇത് പഠിക്കാൻ വൈസ് ചാൻസലർ ഒരു സമിതിയെ നിയോഗിച്ചു. അത് ഡോക്ടർ MM ബഷീറിനെ പോലൊരു വ്യക്തിയാണ്. ചാൻസലർക്ക് ഞാൻ പരാതി അയച്ചിരുന്നു. ചാൻസലർ അതിൽ നടപടിയെടുക്കാൻ വൈസ് ചാൻസലറോട് നിർദ്ദേശിച്ചു. ഈ രീതിയിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെട്ട് കാണണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ നമ്മുടെ അധികാര കേന്ദ്രങ്ങളിലുണ്ട്, അതുപോലെ അക്കാദമിക രംഗത്തുണ്ട് എന്ന് വെളിവാക്കുന്നത് കൂടിയാണ് ഈ നടപടി. ഇപ്പോൾ തന്നെ പഠന വിഷയമായി കഴിഞ്ഞു. ഇനി വീണ്ടും ബോർഡ് ഓഫ് സ്റ്റഡീസ് ചേരേണ്ടതുണ്ടാകും. ഒപ്പം തന്നെ അത്തരം നടപടിക്രമങ്ങളുണ്ടാകും. VC ഇതിനകത്ത് ഈ ശുപാർശയാണ്. അന്തിമ തീരുമാനം എടുത്തതായിട്ട് അറിയില്ല. പക്ഷേ ഇത് ഒരു നിർണായകമായ ചുവടാണ്. കാരണം ബഹുമാനപ്പെട്ട ചാൻസലർ വൈസ് ചാൻസലറോട് ഇതിൽ നടപടി കൈക്കൊള്ളാൻ ആവശ്യപ്പെടുന്നു. ആ നടപടി കൈക്കൊള്ളണം എന്ന ആവശ്യം അതേ ഗൗരവത്തിലെടുത്തുകൊണ്ട് ആ വിഷയം പഠിക്കുന്നതിന് ഒരു വിദഗ്ധ സമിതിയെ വെക്കുന്നു. ഇതൊക്കെയാണല്ലോ ഒരു വൈസ് ചാൻസലർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുക. ആ രീതിയിൽ അതിൻ്റെ ശരിയായ ദിശയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ റിപ്പോർട്ട് എങ്ങനെ വരും എന്നുള്ളതായിരുന്നു അടുത്ത ആശങ്ക. ആ റിപ്പോർട്ടും വളരെയധികം അനുകൂലമായി എന്താണോ കേരളത്തിൻ്റെ പൊതുമനസ്സിൻ്റെ ചിന്ത അതിനനുസരിച്ച് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി വൈസ് ചാൻസലർക്ക് പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്
യൂണിവേഴ്സിറ്റിയുടെ അധിപൻ എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പാഠഭാഗം പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിന് പകരം പാഠഭാഗം നിർദ്ദേശിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെ എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ചിരിക്കും. ബോർഡ് ഓഫ് സ്റ്റഡീസിനെ തന്നെ ചുമതലപ്പെടുത്തുമോ, അക്കാഡമിക് കൗൺസിലിനെ ചുമതലപ്പെടുത്തുമോ, വൈസ് ചാൻസലർ മറ്റെന്തെങ്കിലും സംവിധാനം കണ്ടെത്തുമോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടുന്ന നടപടിക്രമങ്ങളാണ്. ഒരു ചോദ്യം കൂടെ, ഇത് റിപ്പോർട്ട് സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യുമോ ഇനി? അതിന് സാധ്യതയില്ല. കാരണം സിലബസ് രൂപീകരിക്കാനുള്ള ശുപാർശ ചെയ്യാനുള്ള അധികാരം ബോർഡ് ഓഫ് സ്റ്റഡീസിനാണ് അതത് വിഷയങ്ങളിൽ. അത് കഴിഞ്ഞാൽ പിന്നെ അത് വെക്കേണ്ടത് അക്കാഡമിക് കൗൺസിലാണ്. അക്കാഡമിക് കൗൺസിലും കൂടെ പാസ്സായി കഴിഞ്ഞാൽ സിലബസ് പാസ്സായി. അപ്പോൾ ഈ വിഷയം സിൻഡിക്കേറ്റിൻ്റെ പരിഗണനയ്ക്ക് വരേണ്ടുന്ന ഒരു വിഷയമല്ല. ഞാൻ ഈ വിഷയം പക്ഷേ അതത് ഫോറങ്ങളിൽ ഉന്നയിച്ചത് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ ഭരണ സമിതിയാണ് സിൻഡിക്കേറ്റ്. അപ്പോൾ നമ്മൾ അതിനകത്ത് സിൻഡിക്കേറ്റിൽ അംഗമായി ഇരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു സംഗതി സംഭവിക്കരുത്. അത് ഒരു തെറ്റായ മാതൃക സൃഷ്ടിക്കും. അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ, പൊതു സർവകലാശാലകളിൽ ഒന്നാണ് കാലിക്കറ്റ് സർവകലാശാല. ഏറ്റവും കൂടുതൽ അഫിലിയേറ്റഡ് കോളേജുകളുള്ള, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള, ഏറ്റവും കൂടുതൽ ജില്ലകളിൽ പ്രവർത്തന പരിധിയുള്ള സർവകലാശാലയാണ്. ഏറ്റവും പഴയ സർവകലാശാലയുമാണ് കാലിക്കറ്റ് സർവകലാശാല. പലതരത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സർവകലാശാലയാണ്. അത്തരമൊരു സർവകലാശാലയിൽ തെറ്റായ ഈ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായാൽ അത് മറ്റ് സർവകലാശാലകൾ കൂടി മാതൃകയാക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനം തുടർന്ന് അക്കാദമിക രംഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ തടയിടുക. അക്കാദമിക ലോകത്തിന് സ്വാതന്ത്ര്യം വേണ്ട എന്നുള്ളതല്ല, പക്ഷേ അവരെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ഗൗരവമേറിയതും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്, അക്കാദമിക സമൂഹം എന്ന് വെച്ചാൽ കോളേജ് അധ്യാപകർക്ക് പുറമേയും കേരളത്തിൽ അക്കാദമിക സമൂഹമുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ജാഗരൂകമായ ഒരു പൊതുസമൂഹവും കേരളത്തിനുണ്ട്. അതുകൊണ്ട് ആ സമൂഹങ്ങളെ എല്ലാം സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനം കൂടി ആവണം അക്കാദമിക സമൂഹത്തിൻ്റേത് എന്ന ഒരു പാഠമാണ് ഈ അനുഭവം നൽകുന്നത് എന്ന് തോന്നുന്നു. ഡോക്ടർ എം എം ബഷീറിൻ്റെ റിപ്പോർട്ട് സിൻഡിക്കേറ്റിൽ വെക്കുമോ? അതിന് സാധ്യതയില്ല. കാരണം വൈസ് ചാൻസലർക്ക് കുറേ അധികാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആ ചർച്ച നടക്കുന്നൊരു സാഹചര്യമാണ്. കാരണം വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ എന്നത്. അപ്പോൾ സെനറ്റോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റോ അതിനുള്ള അധികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുന്ന സമയത്താണ്, ആ യോഗം ചേരുന്ന സമയത്താണ് ആ അധികാരങ്ങളും അതിനുള്ളത്. അതേസമയം അല്ലാത്ത സമയത്തെല്ലാം അത്തരം ബോഡികളുടെ അധികാരങ്ങൾ നിറവേറ്റുന്നതിനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അധികാരം വൈസ് ചാൻസലർക്കുണ്ട്. ഈ വിഷയമാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോർഡ് ഓഫ് സ്റ്റഡീസ്, അക്കാഡമിക് കൗൺസിൽ അത്തരം സമിതികളിലൂടെ വരേണ്ടുന്ന ഒരു വിഷയമാണ്. അപ്പോഴും തലപ്പത്ത് നിൽക്കുന്ന വൈസ് ചാൻസലറാണ്. അതുകൊണ്ട് വൈസ് ചാൻസലർ ആ സംവിധാനത്തിലൂടെ ആകും അതിന് മുന്നോട്ട് കൊണ്ടുപോവുക. സിൻഡിക്കേറ്റിനോ അല്ലെങ്കിൽ സെനറ്റിനോ ഈ വിഷയത്തിൽ അത്രത്തോളം റോളില്ല, പങ്കില്ല, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരവും ഇല്ല. കാലിക്കറ്റ് സർവകലാശാല VC ഈ വിഷയത്തിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നാണ് ഇനി അറിയാനുള്ളത്. കാത്തിരിക്കാം.